ഇവനെ വേണം, ഇവനെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാം. ഇവൻ ഭയങ്കര കുരുത്തക്കേടാ, അതുകൊണ്ട് ഇവനെ ആർക്കെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാ. ഇവ ഇടിക്കാനൊക്കെ വരുന്നു, കണ്ട ഇവ ഇടിക്കാൻ വരുന്നോണ്ട് ഇവനെ ഫ്രീ ആയിട്ട് കൊടുക്കും. അവൻ ഭയങ്കര നെകളിപ്പ്, പോത്തിന് നെകളിപ്പ് എന്താ, പോത്ത് കുത്തും. അത് കാരണം ഇവനെ കൊടുക്കുക. ആർക്കെങ്കിലും വേണം? വെൽക്കം ടു മൈ ചാനൽ ചാത്തൻസ് ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൊച്ചുങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലല്ല, അവർക്ക് എല്ലാവർക്കും വേണ്ടി തുടങ്ങിയ ചാനലാണെന്ന്. അപ്പൊ എൻ്റെ കൊച്ചുങ്ങളെ എല്ലാവരെയും ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. അവരും ഫേമസ് ആവട്ടെ നമ്മുടെ കൂട്ട് തന്നെ. അപ്പൊ ഒരാളെങ്കിലും, ഞാനല്ലാതെ ഒരാളെങ്കിലും അവരെ കാണുവാന്നുണ്ടെങ്കിൽ അവരും ഫേമസ് ആവത്തില്ലേ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ ഫേമസ് ആക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ കൊച്ചുങ്ങളെയെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം എൻ്റെ കൂടെ പോന്നാട്ടെ, നമുക്ക് ആദ്യത്തെ ആളിനെ കാണാം. അപ്പം എന്താ ഈ നിൽക്കുന്ന താരമാണ് മുടിയൻ. മുടിയനെ കണ്ടോ? മുടിയൻ എൻ്റെ മുടിയൻ്റെ മുടി കണ്ടോ? മുടി കണ്ടോ? മുടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ കൊച്ചിന്. ഇവന്റെ പേര് മുടിയൻ എന്നാണ്. അപ്പൊ ഇവനെ എല്ലാം, ഈ നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ്. പക്ഷെ ഒന്നും ഫ്രീ അഡോപ്ഷൻ അല്ല, എല്ലാം പൈസ കൊടുത്തുള്ള അഡോപ്ഷനാണ്. അതായത് ഓരോ രീതി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ അവിടുന്ന് എല്ലാം രക്ഷപ്പെടുത്തി എടുത്തതാണ്. അപ്പൊ ഇവന്റെ പിന്നിലെ കഥയെന്ന് പറയുന്നത്, ഇവനെ ഒരു പുള്ളി മേടിച്ചുകൊണ്ടിരുന്ന്, ഇവന്റെ കൂടെ മറ്റ് രണ്ടുപേരെയും കൂടെ മേടിച്ചുകൊണ്ട് ചെന്ന് ആരോ പറഞ്ഞു പോത്ത് ബിസിനസ് ഭയങ്കര ലാഭമാണെന്ന്. അങ്ങനെ മേടിച്ചുകൊണ്ട് ചെന്ന് ഒരു കുറ്റിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരുന്ന. അപ്പൊ നമ്മളോട് ഒരാൾ പറഞ്ഞു, ഇതുപോലെ ഒരിടത്ത് 3 പോത്ത് കിടപ്പുണ്ട്, പോയി നോക്കണം, അപ്പൊ അതിനെ വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചെന്നപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിൽ 3 പോത്തിനെ ഒരു കുറ്റി അടിച്ച് ഇങ്ങനെ കെട്ടിയിട്ടേക്കുക. അപ്പൊ നമ്മൾ ഇന്ന് വില പറഞ്ഞു, പക്ഷെ പുള്ളിക്ക് നാട്ടിലെങ്ങും ഇല്ലാത്തത്രയും വില വേണം. അപ്പൊ വില ഒത്തില്ല. എങ്കിലും നമ്മൾ 50,000 രൂപ പറഞ്ഞു. കൊച്ചു പോത്ത്, അന്ന് ഇത് വളരെ കുഞ്ഞാവൻ. അങ്ങനെ പറഞ്ഞപ്പോൾ അത്ര ഒക്കെയല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ അണ്ണനോട് പറഞ്ഞു, അണ്ണ 10 കുറച്ചുകൂടെ പോയാലും വേണ്ടിയില്ല, 5,000 രൂപ കൂടെ അയാൾ ചോദിക്കുന്നെങ്കിൽ കൊടുത്തേരെ, നഷ്ടം പോലും ലാഭം പോലും, അവർക്ക് ഇവിടുന്ന് ഒരു മോചനം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ സാർ മുടിയൻ. പോത്തൊന്നൊന്നും സംബോധന ചെയ്യരുത്, സാർ മുടിയനാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ മുടിയൻ സാർ. അപ്പൊ ഇനി അടുത്ത ആളിനെ പരിചയപ്പെടാം. മുടിയൻ സാറിന്റെ കൂടെ നമ്മൾ വാങ്ങിച്ച അടുത്ത ആളുണ്ട് ഇവിടെ. ആ സാറാണ് ഈ സാറാണ് പൊട്ടൻ സാറ്. ഈ സാറിന്റെ പേരാണ് പൊട്ടൻ സാറ്. പൊട്ടൻ സാറ് പെശകാണ് കേട്ടോ. പൊട്ടൻ സാറ് ചിലപ്പോൾ എന്നെ കുത്തും. പൊട്ടൻ സാറെ എന്നെ കുത്തല്ലേ. അപ്പൊ അന്ന് അതേ ചരിത്രത്തിൽ മുടിയന്റെ കൂടെ നമുക്ക് കിട്ടിയ ആളാണ്. ഞാൻ ഓടി രക്ഷപ്പെടേണ്ടി വരുവോ പൊട്ടൻ സാറേ? ആ മുടിയൻ സാറിന്റെ കൂടെ കിട്ടിയ ആളാണ് പൊട്ടൻ സാറ്. അപ്പൊ സെയിം അന്ന് കുറ്റിക്കാലെ കിടക്കാൻ ഈ പൊട്ടൻ സാറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്ത 50,000 രൂപ കൊടുത്ത് രക്ഷപ്പെടുത്തിയെടുത്ത ആളാണ് ഈ നിൽക്കുന്ന ആളും ഇരിക്കുന്ന ആളും. ഇവരുടെ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു, അയാളെ നമ്മൾ കൊടുത്തു. അപ്പൊ ഇതാണ് പൊട്ടൻ സാർ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരാളിനെ പരിചയപ്പെടാം. ഇങ്ങോട്ട് പോരെ. അടുത്ത നമ്മുടെ അഡോപ്ഷനാണ് ഈ സാധനം പിഴവ. ഇവക്ക് എന്നെ ഇഷ്ടമല്ല. എന്താണെന്നറിയാവോ? ഇവളും പെണ്ണാ, ഞാനും പെണ്ണാ. ഇവളെ ഞരമ്പ് രോഗിയാ. ഇവക്ക് ആണുങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ, വൃത്തിയിട്ടോള്. പോരാത്തതിന് ഇവൾ ഇന്നാള് കഴുത്തെ കയറ് ചുറ്റി ഒരു മുറിവൊക്കെ ഉണ്ടാക്കി. അതിന് ഞാൻ മരുന്നടിക്കുന്ന കാരണം ഇവക്ക് ഞാൻ ശത്രുവാ. ഇനി പാറു, ഇനി വന്നേ. അപ്പൊ അവക്കുള്ള പേരാണ് പാറുക്കുട്ടി. അത് എരുമയാണ്. അപ്പൊ ഇവളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തതാ, പക്ഷെ കാശ് കൊടുത്താണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. കാരണം ഇവക്ക് നമ്മൾ കൊടുത്തത് 10,000 രൂപയാണ് അന്ന് കൊടുത്തത്. അപ്പൊ ഇവക്കുള്ള വീട്ടില് ഇവക്കുള്ള അമ്മയെ വെട്ടുകാർ വാങ്ങിച്ചുകൊണ്ട് പോയി, കശാപ്പുകാർ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ ഇയാൾ ഒറ്റപ്പെട്ടു പോയി നിന്ന സമയത്ത് നമ്മൾ ഇയാളെ അഡോപ്റ്റ് ചെയ്തതാണ്. പക്ഷെ എന്തുകൊണ്ടോ അവള് പെണ്ണായതുകൊണ്ടാണോ നമുക്ക് എന്നെ കണ്ടുകൂടാ കേട്ടോ. എന്നെ ഇഷ്ടമല്ല. ഞാൻ തീറ്റയും വെള്ളമൊക്കെ കൊടുത്താൽ കഴിക്കും, പക്ഷെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല. പെണ്ണുങ്ങൾ എന്നെ തൊടണ്ടെന്ന് അവള് പറയുന്നത്. അവളെ തൊടാൻ അണ്ണന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ആ ആഗ്രഹം നമ്മൾ ഉപേക്ഷിച്ചു. അപ്പൊ അവള് പാറു. ഇനി അടുത്ത ആളിനെ പരിചയപ്പെടുത്തി തരാം. രാജാവ് ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ തലതൊട്ടപ്പൻ ഇവിടെ ഉണ്ട്. അയാളെ ഇവിടെ നിർത്തിയേക്കോ. ഞാൻ അയാളെ എൻട്രിയിലേ കാണിച്ചു തരും അവസാനം. ഇതാണ് എൻ്റെ കില്ലാടി, മൈ ഡിയർ ഡാർലിംഗ്. ദിസ് ഈസ് മൈ കൊച്ചാപ്പി. ഇവനാണ് എൻ്റെ ചങ്കു ബ്രോ. അപ്പൊ എൻ്റെ കൊച്ചിനെ ഞാൻ അഡോപ്റ്റ് ഒന്നും ചെയ്തതല്ല കേട്ടോ.
എൻ്റെ കൊച്ചിന് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ, സൗജന്യമായിട്ട് കിട്ടിയതല്ല. പക്ഷെ എൻ്റെ കൊച്ചിൻ്റെ കൊടുക്കാൻ എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് കുറച്ച് കാശ് തന്നപ്പം ആ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ കൊച്ചിന്. എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു, ഇന്നാ ഈ പൈസ നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസയ്ക്ക് വാങ്ങിച്ചതാണ് ഈ പിഴവിന്. അപ്പം ഇവനെ ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ. ഞാൻ ചന്തയിൽ ചെന്നപ്പോൾ ഇങ്ങനെ അടികൊള്ളും. ഞാൻ ചന്തയിൽ ചെന്നപ്പോൾ ഇങ്ങനെ വളരെ ദയനീയമായിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ച് കഷ്ടം, കുറച്ചു കാലം കൊണ്ടുവന്ന് തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്ത് വളർത്താം. അപ്പം ഇവന്മാരെ ഒന്നും നമ്മളിപ്പോൾ ഇവന്മാർക്ക് എല്ലാം 2, 2.5, 3 വയസ്സോളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവന്മാരെ ഒന്നും നമ്മളിപ്പോഴൊന്നും കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇതുപോലെ മെട കാണിച്ചിട്ട് തൊടാനും പിടിക്കാനും സമ്മതിക്കാതെ വരുവാണേ അന്നേരം കൊടുത്ത് കാശ് മേടിക്കും. തൊടാൻ സമ്മതിച്ചില്ലേ അന്നേരം കൊടുത്ത് കാശ് മേടിക്കും. അതുവരെ നമ്മൾ വളർത്തും. അപ്പൊ ഈ സാറിന്റെ പേര് കൊച്ചാപ്പി. കൊച്ചാപ്പി അങ്ങോട്ട് കാണിര്, പൈസ അങ്ങോട്ട് കാണിര്, പിടിക്കട്ടെ, ഷൂട്ട് ചെയ്യട്ടെ. കൊച്ചാപ്പിയാണിത്, കൊച്ചാപ്പി. കണ്ടോ കൊച്ചാപ്പിയെ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളിനെ കാണിച്ചു തരാം. ഇടിക്കല്ലേ എന്റെ ക്യാമറാമാനെ. അയ്യോ എന്റെ കുഞ്ഞു കുരുത്തക്കേട്, എന്റെ ചക്കന് കുരുത്തക്കേട്. ഇതാണ് എന്റെ കുരുത്തക്കേട്, കൊച്ചുപൊടിയൻ. ഇവന്റെ പേരാണ് കൊച്ചുപൊടിയൻ. എൻ്റെ കുഞ്ഞിനെ ഞാൻ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അവനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ ചങ്ക്. അപ്പം അവൻ്റെ ചങ്ക് മേടിച്ചുകൊണ്ട് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് വയലിൽ കെട്ടിയിട്ടിരുന്നപ്പം എന്തോ അസുഖം ബാധിച്ച് അവൻ്റെ ഒരു ചങ്ക് അങ്ങ് മരിച്ചുപോയി, അവൻ്റെ കൂട്ടുകാരൻ. അങ്ങനെ കൊച്ചൊറ്റപ്പെട്ട് അനാഥനായിട്ട് ഇങ്ങനെ വയലിൽ നിന്ന് തിന്നാതെയും കുടിക്കാതെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിന്നപ്പോൾ ഇതിൻ്റെ ഓണർ അണ്ണനെ കണ്ടിട്ട് അണ്ണനോട് പറഞ്ഞ്, ഇതുപോലെ പോത്തുംകുട്ടിക്ക് ഭയങ്കര വിഷമമാണ്, പോത്തുംകുട്ടി ഒന്നും കഴിക്കുന്നില്ല, അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കൂട്ടുകാരൻ മരിച്ചു പോയോണ്ടാണ്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് 14,000 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ് എൻ്റെ ഈ കൊച്ചു കുരുത്തക്കേട് കൊച്ചുപൊടിയന്. അപ്പം ഇതാണ് എൻ്റെ കൊച്ചുപൊടിയൻ. അപ്പം കൊച്ചുപൊടിയൻ വളർന്നു കേട്ടോ. അന്ന് കൊച്ചുപൊടിയനൊക്കെ കൊച്ചായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ വിഷമം മാറാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നേ കുഞ്ഞിനെ അന്ന് മുതൽ നമ്മൾ വളർത്തുന്നേ. ഇപ്പൊ കുഞ്ഞിന് 2 വയസ്സില്ല, കുഞ്ഞിനിപ്പോ 1 വയസ്സേ കാണൂ. കുഞ്ഞിന് തോനെയും പ്രായമൊന്നുമില്ല. പിന്നെ അടുത്ത താരമാണ് ഇയാൾക്കും എന്നെ അത്ര ഇഷ്ടമല്ല, കാരണം ഇയാളും പെണ്ണ. എന്താന്ന് അറിയൂടെ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും എന്നെ കണ്ടുകൂടെ, ചെറുക്കന്മാർക്കേ ഉള്ളു എന്നെ ഇഷ്ടം. ഇവകളുടെ പേരാണ് ലക്ഷ്മിക്കുട്ടി. ഇവളാണ് ലക്ഷ്മിക്കുട്ടിയാണ്. ഇവള് മുറയാണ്, മുറയെരുമയാണ്. അപ്പൊ എൻ്റെ കുഞ്ഞിനും കുഞ്ഞു പ്രായം, കുഞ്ഞിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുത്തതാണ്. കാരണം ഇവക്കളുടെ അമ്മയെ ഇതുപോലെ കശാപ്പുകാർ മേടിച്ചുകൊണ്ട് പോയി. കുഞ്ഞ് ഒറ്റയ്ക്കായിരുന്നു, കുഞ്ഞിൻ്റെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നയാ. അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നപ്പം കുഞ്ഞിനെ കെട്ടുന്ന സ്ഥലത്ത് കെട്ടരുതെന്ന് പറഞ്ഞു. അതായത് അത് മറ്റൊരാളിൻ്റെ പുരയിടത്തിലായിരുന്നു അവർ കെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ കെട്ടരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾ കൊച്ചിന് തീറ്റയ്ക്കൊക്കെ ബുദ്ധിമുട്ടാവുമെന്നുള്ള വെച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയിട്ട് അന്ന് ഇവക്ക് നമ്മൾ 12,000 രൂപ കൊടുത്ത് അവളെ വാങ്ങിച്ചാണ്. അവൾ ഇന്ന് ഇവരുടെ കുവന്മാരുടെ എല്ലാം ഇടയ്ക്ക് എല്ലാം അടിപൊളിയായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് കുഞ്ഞച്ചിമി കുട്ടിയാണിത്. കണ്ടോ, ഇവള് എരുമയാ. പക്ഷേ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇഷ്ടമാട്ടോ. ഒട്ടും എന്നെ ഇഷ്ടമല്ലാത്ത പാറുവിന് മാത്രമേ ഉള്ളൂ. കൊച്ചിന് വലിയ കുഴപ്പമില്ല. കൊച്ചിൻ്റെ ഇടയ്ക്കൊക്കെ അമ്മച്ചിയെ ഇഷ്ടമാണ്. കണ്ടോ എൻ്റെ ഉടുപ്പ് പുതിയ ഉടുപ്പാടി. അപ്പം ഇതാണ് എൻ്റെ ചിമി. അപ്പം ഇനി അടുത്ത് എൻ്റെ തല ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ തലയാണ് ഞാൻ കാണിച്ചു തരാൻ പോന്നേ. അപ്പൊ എൻ്റെ തല ഇതാണ് ഞാനും എൻ്റെ തലയും. എൻ്റെ തലയുടെ തല കണ്ടോ? എൻ്റെ തലയുടെ തല പൊളിഞ്ഞു പോയി. എൻ്റെ തലയുടെ കൊമ്പൊക്കെ പൊട്ടിപ്പോയി കണ്ടോ. എൻ്റെ തലയുടെ കൊമ്പൊക്കെ മുറിഞ്ഞു പോയിട്ടാണ് അങ്ങോട്ട് കോണിയിടണം. കണ്ടോ അപ്പൊ അവന്റെ പ്രശ്നം കണ്ടോ, അവന്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയി. ഇവനാണ് എൻ്റെ കുട്ടാപ്പി, എൻ്റെ ഉയിര് നമ്പൻ, എൻ്റെ ചക്കര നമ്പനാണിത്, നമ്പൻ. പക്ഷെ നമ്പൻ കൊമ്പൊക്കെ ഒടിച്ചേച്ച് ഇപ്പം 3.5 മാസമായി.
നമ്പൻ ഇതുപോലൊക്കെ അഹങ്കാരം കൂടിയപ്പോൾ നമ്പന് ഇടി കൂടണമെന്നൊരു മോഹം ഉദിച്ചു. നമ്പൻ പിന്നെ ഒട്ടും താമസിച്ചില്ല, നേരെ പോയി അടുത്തുള്ള ആരാണ്ട് ഒരു പോത്തുമായിട്ടങ്ങ് ഇടി കൂടി. ഇടിയിൽ വിജയം കൈവരിക്കാഞ്ഞിട്ട് ഞങ്ങൾ സർവേ കല്ലിനിട്ട് ഇടിച്ചു. കൊമ്പൊരെണ്ണം ഒടിഞ്ഞുപോയി. അങ്ങനെ അന്ന് മുതൽ കൊച്ചൊറ്റക്കൊമ്പനായി. ഒറ്റക്കൊമ്പൻ കുട്ടാപ്പി. അപ്പൊ ഇവനെയും ഞാൻ അഡോപ്റ്റ് ചെയ്തതല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പൊ ഇവനെ കൊച്ചാപ്പിയെയും കുട്ടാപ്പിയെയും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച, ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ അഡോപ്റ്റ് ചെയ്തെടുത്തിയ, ഓരോരോ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തോണ്ട് വന്നിയ. ഇതിപ്പോ ഈ കുഴപ്പം എന്താണെന്നറിയാവോ? ആദ്യമേ അവനെ തൊട്ടില്ല, വേറുള്ള ആൾക്കാരുടെ അടുത്ത് പോയത് കൊണ്ടാണ് ഇത്രയേ അഹങ്കാരം ഇവന്. നീ ഞാനുമായിട്ടൊരു ബന്ധമില്ല, ഇല്ല, നീ ഞാനുമായിട്ടൊരു ബന്ധമില്ല, നിന്നെ എനിക്ക് അറിയത്തുമില്ല, ഞാൻ നിന്റെ അമ്മയല്ല, അല്ല അല്ല അല്ല. എൻ്റെ കുഞ്ഞിൻ്റെ കൊമ്പൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് മരുന്ന് വെക്കുന്നത്. നമ്മുടെ വീഡിയോസിലൊക്കെ കയറി നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. കുഞ്ഞിൻ്റെ കൊമ്പയിൽ അടിയാൻ തരും കേട്ടോ. കുഞ്ഞിൻ്റെ കൊമ്പയിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് മരുന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഇവരെ എല്ലാവരെയും കാണിക്കുക, എല്ലാവരെയും ഷൂട്ട് ചെയ്യുക, എല്ലാവരെയൊക്കെ കാണിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചാനലിൻ്റെ ആ ഒരു ലക്ഷ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓരോരുത്തരായിട്ട്, ഇനി 6 പേര് വെയിറ്റിംഗ് വേറെ ഉണ്ട്. അപ്പം എൻ്റെ പോത്തന്മാരെ എല്ലാവരെയും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും പേരാണുള്ളത്: കുട്ടാപ്പി, കൊച്ചാപ്പി, പൊട്ടൻ, മുടിയൻ, പാറു, പൊടിച്ചെറുക്കൻ, എച്ചിമി. 7 പേര്. ഇനി ഒരു കേന്ദ്രം ഇവിടെ ഉണ്ട്. കേന്ദ്രം ഇച്ചിരി ദൂരെ നിൽക്കുക. അവളെയും കൂടെ കാണിച്ചു തരാം, വാ. അവളെയും കൂടി ഇവരുടെ കൂട്ടത്തിൽ കാണിച്ചില്ലെങ്കിലേ അത് മോശമാണ്. അതുകൊണ്ട് എൻ്റെ കൊച്ചിനെയും കൂടെ കാണിച്ചു തരാം. ഇപ്പൊ ഇവരെല്ലാവരും നമ്മുടെ കൂട്ടുകാരാണോ, ഓടി ഓടി പോന്നാണ്ടോ. അപ്പം ദാണ്ട നിൽക്കുന്നു എൻ്റെ കേന്ദ്രം. ഇതാണ് എൻ്റെ കമ്മണി, ഇതാണ് കമ്മണി, അമ്മയുടെ കമ്മണി. അപ്പം ഈ കമ്മണി എനിക്ക് കിട്ടുന്നത് വെറും 1.5 മാസം പ്രായമുള്ളപ്പോഴാണ്. 1.5 മാസമേ ഉള്ളായിരുന്നു എൻ്റെ കൺമണിയെ അവകളുടെ അമ്മയെ ഫാമുകാർ വിറ്റിട്ട് ഇവളെ എനിക്ക് കിട്ടുമ്പോൾ. ആ 1.5 മാസമുള്ള പാല് പോലും കുടിക്കാറിഞ്ഞൂടാത്ത ഇവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പോച്ച തിന്നാൻ ഞാൻ പഠിപ്പിച്ചതാ. ഇതേപോലെ പോച്ച പറിച്ച് അരിഞ്ഞ് കുഞ്ഞായിട്ട് ഇവകളെ വാ തുറന്ന് വായിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇവളെ ഞാൻ പോച്ച തിന്നാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ വളർത്തിയെടുത്തതാ ഇവളെ. ഇപ്പൊ ഇവക്ക് വെള്ളം കൊടുക്കുന്ന ചരുവം കണ്ടോ, കണ്ടോ? ഈ ചരുവത്തിൽ വെള്ളം കൊടുത്താലേ ഞങ്ങൾ കൂച്ചു. ഞങ്ങൾക്ക് കൊച്ചി ചരുവത്തിലെ വെള്ളം ഒന്നും വേണ്ട, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ വെള്ളം കുടിക്കുന്ന ചരുവം. വലിയ ചരുവം വേണം. ചരുവത്തിൽ ഇച്ചിരി സാധനം ഉള്ളെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് മുട്ടൻ ചരുവം വേണം. അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത് എൻ്റെ കുഞ്ഞ പോച്ച തിന്നാനും അവളെ ചരുവ് എടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അങ്ങനെ പോച്ച തിന്നാനും വെള്ളം കുടിക്കാനും ഒക്കെ ഞാൻ പഠിപ്പിച്ചതാ. അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത് ഇപ്പൊ എൻ്റെ കൊച്ചിന് 1.5 വയസ്സുണ്ട്. നമ്മൾ ഈ വീഡിയോയും എല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിക്കണമെന്ന് നമുക്ക് തോന്നാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത്രയും പോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ നമ്മളോട് പറഞ്ഞു, അണ്ണാ ഒരു പോത്തിനെ വളർത്തുന്നവരെ തന്നെ ഇന്നിപ്പോ എല്ലാവരെയും കാണിക്കുന്നു, എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന, ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, ഞങ്ങളെ ഒന്ന് കാണിച്ചു തരും. പോരാത്തതിന് ഇവന്മാരെല്ലാം ഭയങ്കര അനുസരണ കേട്ടോ. കണ്ടോ, ഞാൻ തന്നെ ചെന്നപ്പോൾ അവന്മാരെല്ലാം നിന്ന കേട്ടോ. അപ്പം നമ്മൾ ഇവന്മാരെ വയലിൽ കെട്ടഴിച്ചു വിട്ടിട്ട് കരയ്ക്ക് നിന്ന് വിളിക്കാമെങ്കിൽ അവന്മാരെല്ലാം കയറി വരും. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ, അണ്ണാ എന്നാ ഞാനൊന്ന് വന്ന് ഷൂട്ട് ചെയ്യട്ടെ, ചേച്ചിയോടൊന്ന് പറയാവോ, അവന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് കയറ്റാൻ പറ്റുമോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പൊ അണ്ണൻ പറഞ്ഞ അതിനെന്താ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് വലിയ പ്രതീക്ഷയിൽ അടിഞ്ഞൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട്. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇതല്ല കേട്ടോ. സാധാരണ ഇവന്മാരെ ആരെയും നോക്കുന്ന യൂണിഫോം ഇതൊന്നും അല്ല. അടുപ്പയിലിട്ടാൽ കത്തത്തുമില്ല, വെള്ളം കണ്ടാൽ നനയത്തുമില്ല. ആ സൈസ് സാധനം നമ്മൾ അവന്മാരെ പരിചരിക്കാൻ നേരം ഇടുന്നേ. അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി കളർഫുൾ വേഷമൊക്കെ ഇട്ട് നമ്മൾ നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ നിന്ന് അവന്മാരെ ഷൂട്ട് ചെയ്യണമല്ലോ എന്നും പറഞ്ഞു. പക്ഷെ ആള് വന്നില്ല. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇനി മറ്റൊരാളിന്റെ ചാനലിലല്ല, എൻ്റെ സ്വന്തം ചാനലിലിട്ട് എൻ്റെ കൊച്ചുങ്ങളെ എല്ലാം ഞാൻ ഫേമസ് ആക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചുങ്ങളെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ കൊച്ചുങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. എൻ്റെ കൊച്ചുങ്ങളെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കണക്ക് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് യു ഉമ്മ.